ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ മൈ ഡേയ്സ് 3.0. നിങ്ങൾ കുറേ പേര് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതേപോലെ സപ്പോർട്ട് തുടർന്ന് കൊണ്ടുപോകണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്, അരയ്ക്കാത്ത സാമ്പാറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടു നോക്കൂ. എന്നാൽ നമുക്കിനി സാമ്പാർ ഉണ്ടാക്കാം. 250 ml കപ്പിൽ 1/4 കപ്പ് ആണ് പരിപ്പെടുത്തത് കേട്ടോ. 1/2 ടീസ്പൂൺ കായം പീസസും ഉപ്പും ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പീസസ് ആണെങ്കിൽ കുറച്ചിട്ടാൽ മതി, പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് കുറച്ച് കുറവാണ്, രുചി മണം ഇല്ലെങ്കിൽ കുറച്ച് അപ്പിട്ട് കൊടുക്കാം കേട്ടോ. പൊടി പരിപ്പിൽ കായം ചേർത്തിട്ട് ഒരു 3 വിസിൽ വരെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. വെന്ത പരിപ്പിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർക്ക് ചേർത്ത് കൊടുക്കാനുള്ള പച്ചക്കറികൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. മുരിങ്ങക്കായ്, വെണ്ടയ്ക്ക, ചെറിയ ഉള്ളി, സവാള, പച്ചമുളക്, കിഴങ്ങ്, തക്കാളി, ചെറിയ 2-3 പൊണ വെളുത്തുള്ളി കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ആയതുകൊണ്ടാണ് പച്ചക്കറി കമ്മി. കഷ്ണങ്ങളാക്കിയ വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൽ മരവെണ്ട പറഞ്ഞിട്ടൊരു തരം വെണ്ടയിനുണ്ടല്ലോ, അതിലത്തെ 2 വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ ചെറിയ വെണ്ട, ആ വെണ്ടപ്പം ഉണ്ടാവാറില്ല, മരവെണ്ട മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വാളംപുളി വെള്ളത്തിലിട്ടേക്കാൻ മറക്കണ്ട കേട്ടോ, കുതിരാൻ. ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ചെറിയ ഉള്ളി പച്ചക്കിട്ടാലും മതി, 2 രീതിയിൽ ഉള്ളിലുണ്ട്. ഇപ്പം ഞാനിത് വാട്ടാന്ന് വിചാരിച്ചു. അരച്ച് വയ്ക്കുന്ന സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് ഇതേപോലെ വഴറ്റിയിട്ട് അതിൽ കുറച്ചെണ്ണം എടുത്തിട്ട് ഈ നാളികേരവും മല്ലിയും ഒക്കെ പാടെ അരയ്ക്കുമ്പോൾ അതിൽ അരക്കിയിട്ട്. പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നല്ലോണം ഉടഞ്ഞിട്ടില്ല. അപ്പം നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരു 2-3 വിസിലും കൂടി അടിച്ചാൽ മുഴുവനും നല്ല കലങ്ങും കേട്ടോ. അങ്ങനെയാലും മതി, ഞാനിങ്ങനെയാണ് അധികം ചെയ്യൽ. നമ്മുടെ വടക്കോട്ടെ കൈപ്പയ്ക്ക, കുമ്പളങ്ങ, മത്തൻ, ചേന, പയർ അങ്ങനെ എല്ലാം ഇട്ടിട്ടാണല്ലോ സാമ്പാർ വയ്ക്കുക. തെക്കോട്ട് അത്ര അധികം കഷ്ണം ഉണ്ടാവില്ലല്ലോ. പച്ചക്കറികൾ കൂടുതലിട്ട് ഉണ്ടാക്കുക അരച്ച് വയ്ക്കുന്ന സാമ്പാറിലാണ്. എങ്ങനെ വെച്ചാലും സാമ്പാർ സ്നേഹികൾക്ക് ഇഷ്ടപ്പെടും. സമയമുള്ളവർ തുറന്ന് വെച്ചിട്ട് അങ്ങനെ വേവിച്ചാൽ മതി. വേണ്ട ഉപ്പും ചേർക്കാം. ഇങ്ങനെ അരയ്ക്കാത്ത സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ നല്ല സ്വാദാണ്. വഴുതനങ്ങ, അതുപോലെ മത്തൻ, ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കൊഴുപ്പും കിട്ടും. ക്യാരറ്റ് ചേർത്താലും സൂപ്പറാവും. സാമ്പാർ പെട്ടെന്ന് വെക്കണോണ്ടേ ഞാൻ കുക്കറിൽ തന്നെ ഒരു വിസിൽ വെത്തിയിട്ടു. വഴറ്റി വെച്ച ചെറിയുള്ളിയും വെണ്ടയ്ക്കയും ചേർക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പുളി പിഴിഞ്ഞ വെള്ളം 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല, അതുകൊണ്ട് 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഈ കുടുംബശ്രീൻ്റെ ഇതെന്ന് വാങ്ങിയത്. കഴിഞ്ഞ വേനലിൽ ഞാൻ കുറച്ച് പൊടികൾ ഉണ്ടാക്കി വെച്ചിരുന്നു, സാമ്പാർ പൊടിയും പിന്നെ നമ്മളെ ചിക്കൻ മസാല, ഗരം മസാല ഒക്കെ ഉണ്ടാക്കി. ഇപ്രാവശ്യം ഉണക്കാടാനേ സ്ഥലം കമ്മിയായിപ്പോയി, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സാമ്പാർക്ക് വറുത്തിടുമ്പോഴേ നെയ്യിൽ വറുത്തിട്ടോ കൊണ്ടിട്ടോ ഒരു പ്രത്യേക രസമാണ്. ഈ ബോംബെ സാമ്പാറിലൊക്കെ എങ്ങനെയാണല്ലോ. കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം നന്നായി വഴറ്റി മൂപ്പിച്ച് അതിലേക്ക് കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത് വഴറ്റുക. എന്നിട്ട് സാമ്പാറിലേക്ക് ഒഴിക്കുക. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്യൂ.